ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനും അമ്മയും പിന്നെ റൂബി ഉണ്ട്. ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്കൊന്ന് ഇറങ്ങിയാണ്. ഇവിടെ കൽപ്പറ്റ തന്നെ. കൽപ്പറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 9-10 കിലോമീറ്റർ. അപ്പോൾ അവരിവിടെ അല്ല ശരിക്കും ഉള്ളത്. രണ്ടുപേരും എന്ന് വെച്ചാൽ മാമനും പിന്നെ കസിനൊക്കെ ഉള്ളത്. കസിൻ്റെ കല്യാണം ഇടയ്ക്ക് കഴിഞ്ഞാണ്. അപ്പോൾ മൂപ്പരൊക്കെ ബാംഗ്ലൂരാണ്. പിന്നെ മാമനും അമ്മായി ഉള്ളത് സുള്ളിയ, അവിടെ തോട്ടം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് അവരിങ്ങനെ ഇടയ്ക്ക് ഇവിടെ വരുന്നതാണ്. കൽപ്പറ്റ വീട്ടിൽ നിൽക്കാനായിട്ട് കുറച്ച് നാളിങ്ങനെ വന്ന് നിന്നിട്ട് പിന്നെ അങ്ങോട്ട് പോക്കാണ്. അവിടെ പണിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് പോക്കാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. കാരണം അവിടെ വേറൊരാളുണ്ട്. ഞാൻ ഈ വീഡിയോ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ പറഞ്ഞ കസിനാണ്. ഞാൻ റോട്ടിനെ കൊടുത്തെന്ന് പറഞ്ഞില്ല, പയറോ അവളെ എനിക്ക് തന്ന മൂപ്പരാണ്. കാരണം വീട്ടിൽ ആദ്യം ഡോഗിനെയൊക്കെ കയറ്റാൻ അമ്മയ്ക്കൊക്കെ ദേഷ്യമൊക്കെ ആയിരുന്നു. മൂപ്പര് കൊറോണേൻ്റെ ടൈമിൽ ശരിക്കും വീട്ടിലേക്ക് എന്താ പറയുക, ബാംഗ്ലൂരിൽ ലോക്കായിട്ട് അവിടെ നിന്ന് അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ 2 പേരുണ്ടാകുന്ന കയ്യിൽ. എനിക്ക് തന്ന റോഡ് വീലറും പിന്നെ വേറെ ആളും കൂടെ. ഞാൻ അവിടെ എത്തിരി ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ മൂപ്പര് പയറാൻ എനിക്ക് തന്നു. എൻ്റെ സ്നേഹമൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നിട്ട് പോയതാണ്. അപ്പോൾ അവളെ ഒന്ന് കാണിച്ചു തരാം. ബാക്കി ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവരെ ഒന്ന് അവിടെ നിന്ന് അയച്ചു വിട്ടിട്ട് ഒന്ന് കളിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. ഇവർക്ക് എനിക്ക് വീട്ടിൽ കോമ്പൗണ്ട് ഇല്ലാത്തത് കൊണ്ട് അയച്ചു വിടൽ നടക്കൂല. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ഒന്ന് അയച്ചു വിടാനൊക്കെ. റൂബിയെ അതെ, ചെറുതായിരുന്നപ്പോൾ കണ്ട ഓർമ്മ ഉണ്ടാവും. ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം കുറച്ചായി. അപ്പോൾ അതിൻ്റെ എന്തായിരിക്കും റിയാക്ഷൻ എന്നുള്ള അറിയാം കാണിക്കുമ്പോൾ. ഇതാ ഞാൻ എനിക്ക് പുതിയ ആളെ കാണിച്ചു തരാം. ഇറങ്ങിക്കോ ബാ. ബെൽറ്റ് പിടിച്ചേരാം. അങ്ങോട്ട് വാ. പിടിച്ചാ അവന് വലിയ പട്ടികളോട് വലിയ അവന് ചെറിയ പട്ടികൾ വേണം. അവിടെ വെയില് വന്ന് വായോ. അവിടെ വെയില് റൂബിയെ ഇവിടെ വാ. അന്ന് കണ്ടതിന്റെ ഓർമ്മ ഉണ്ടാവും ചിലപ്പോ. രണ്ടുപേർക്കും കണ്ട ഓർമ്മയുണ്ട്. പക്ഷെ അവക്ക് ബെയിലിക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇവളെക്കാട്ടും വലുതായതുകൊണ്ട്. ബാ അങ്ങോട്ടോ ബാ. ബെയിലിക്ക് അവളെക്കാട്ടും വലിയ സൈസായതുകൊണ്ട് ഇവളിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് മടിയാ. അവൾക്ക് ചെറിയ ബ്രീഡിനെ ഇഷ്ടം. ഇവള് ചെറുപ്പത്തിൽ ഭയങ്കര കളിയായിരുന്നു ഇപ്പോൾ റൂബിൻ്റെ ഒപ്പം. ഇപ്പോൾ വലുതായപ്പോൾ പേടിയാവും. അതുകൊണ്ട് അധികം കളിക്കാൻ നിൽക്കുന്നില്ല. റൂബി ഇതിൽ കൂടെ ഫുള്ള് മണം പിടിച്ചിങ്ങനെ നടക്കുക. രണ്ടുപേരും ഉള്ളിൽ കിടന്നിട്ട് റൂബി എല്ലാവരെയും മേത്ത് സ്നേഹപ്രകടനത്തിൻ്റെ പേരിൽ വലിഞ്ഞു കയറുകയാണ്. അപ്പം ഞാൻ പിന്നെ രണ്ടുപേരും ഒന്ന് പുറത്തിറക്കി. ഞാൻ ഓൾറെഡി ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടുപേർക്കൊക്കെ കൊടുത്ത് അവിടെ പുറത്ത് കളിപ്പിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ റൂബി ആണെങ്കിൽ അവൾക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരാളെ കളിക്കാൻ കിട്ടുന്നത്. ബെയിലിനെ വിടുന്നില്ല. ബെയിലിൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. അവൾ ഫുൾ ടൈം കളി. അവൾക്കാണെങ്കിൽ അവളെക്കാട്ടും സൈസ് ഓവറായതുകൊണ്ട് തന്നെ ഭയങ്കര പേടി. മാറിപ്പോയി കിടക്കുകയാണ് അവൾ. പിന്നെ അങ്ങനെ
ഫുൾ ടൈം കളിക്കുന്ന ഒരു ബ്രീഡല്ല. അപ്പോൾ ഇതാണ് ബെയിലി. മൂപ്പര് എൻ്റെ കസിന് ഇവളെയും പൈറോനെ പപ്പി സ്റ്റേജിൽ കൊണ്ടുവന്ന് വളർത്തിയാണ്. ബെയിലി അമേരിക്കൻ ബുള്ളീൻ്റെ പോക്കറ്റ് സൈസാണ്. പക്ഷേ നമ്മളിവിടെ അറിയാത്ത ആൾക്കാരൊക്കെ ഇതിനെ അമേരിക്കൻ പിറ്റ് ബുൾ എന്നൊക്കെയാണ് പറയുക. അതുകൊണ്ട് പിന്നെ അധികം അടുത്ത് വരില്ല. പെട്ടെന്ന് കാണുമ്പോൾ ഈ ലുക്കൊക്കെ കാണുമ്പോഴേ ഭയങ്കര പേടിയാവും, മുഖമൊക്കെ കാണുമ്പോൾ. പക്ഷേ ആൾ പഞ്ചപാവമാണ്, റൂബിനെക്കാട്ടും പാവമാണ്, ഒന്നും ചെയ്യില്ല. മറ്റേ നമ്മളെ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഞാനാണ് കുറേ നാൾ ഇവിടെ നോക്കിയത്. അതിൻ്റെ ഒരു സ്നേഹം എന്നോടുണ്ട്. പിന്നെ റൂബിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, പെരും കളിയാണ് അവളപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ റൂബിനെ പുറത്തേക്ക് തന്നെ ഇറക്കി. മറ്റേ ബെയിലി മെല്ലെ വലിഞ്ഞ് ഓക്ക് ഇങ്ങനെ എപ്പോഴും പോയി കിടക്കുകയൊക്കെ വേണം. അവളിങ്ങനെ ആക്റ്റീവായിട്ടുള്ള ബ്രീഡല്ല. റൂബിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഓടി കളിക്കാൻ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അവൾ കളിക്കുക. എനിക്ക് വീട്ടിലുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു ബുദ്ധിമുട്ട് അവക്കുമുണ്ട്. കാരണം ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ലീഷ് പുള്ളിങ്ങാണ്. ഇവിടെ ഞാൻ അത്യാവശ്യം ബേസിക്കായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വളർത്തിയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ തവണ ഞാൻ ഇപ്പോൾ പറഞ്ഞു, അയച്ച് വിടാത്ത ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ കേജിലിട്ട് വളർത്തുമ്പോൾ അവർക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ബ്രീഡുകളെന്ന് വെച്ചാലും മാക്സിമം പവറായിരിക്കും അവർക്ക്. അതായത് എനർജി ഭയങ്കര ആക്റ്റീവായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ കേജിൽ മാത്രമായിട്ട് വല്ലപ്പോഴുമ്പോൾ ഇറക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു കളിയൊക്കെ വരും. വണ്ടി അവിടെ ഭയങ്കര ഇടങ്ങാറാ, അവർക്ക് അങ്ങോട്ട് ഓടാൻ. ആ 2 വീലർ മാറ്റിയാൽ മതി. അവള് കളിയാ എനിക്കൊരു മൊത്തം ശരിയായി മുണ്ടിലൊക്കെ. വേലിക്ക് അതിലൊന്നും ഒരു വിഷയമില്ല. വേലിക്ക് വയ്യ. അങ്ങനെ രണ്ടുപേരെയും കുറേ നേരം കളിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറ്റി. ഇനി ഇവരെ രണ്ടുപേരെയും കുളിപ്പിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളിപ്പിച്ചാലേ എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനും പറ്റുള്ളൂ. മൊത്തം ചെളിയാക്കിയിട്ടുണ്ട് രണ്ടുപേരും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുളിപ്പിക്കുകയും വേണം. ബെയിലി ഇങ്ങനെയാണ്, ബെയിലിക്ക് എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന ഇഷ്ടം. ആരെങ്കിലും കാലിൻ്റെ അടിയിലൊക്കെ പോയി ഇങ്ങനെ കിടക്കും. ഇവൾ നേരെ ഓപ്പോസിറ്റുമാണ്, ഫുൾ ടൈം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. അവൾക്ക് രണ്ട് ടൈപ്പുള്ള ബ്രീഡുകളാണ്. പക്ഷേ പാവമാണ്, രണ്ടുപേരും പാവമാണ്. ബെയിലിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭീകരനെ പോലെയൊക്കെ തോന്നിക്കും. പക്ഷേ പഞ്ചപാവമാണ്. ഇവരെ രണ്ടുപേരെ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. കാരണം ആരെയും ഒന്നും ചെയ്യൂല, ധൈര്യത്തിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ്, നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഇവളെ ഒന്ന് കുളിപ്പിക്കണം, അത്രയൊക്കെയുള്ള പരിപാടി. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.